ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളത്തിലെ ഡിഗ്രി അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഡിഗ്രി അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ കാണുന്ന വിദ്യാർത്ഥികളിൽ തന്നെ ചിലർക്ക് എന്തായിരിക്കും ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാകും, അഡ്മിഷൻ കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടാകും. മറ്റു ചിലർ ഇതുവരെയും ആ ഒരു അലോട്ട്മെന്റ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാകില്ല, അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും, കേരള, കാലിക്കറ്റ്, MG, അതുപോലെ തന്നെ കണ്ണൂർ ആണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുക. ഡെഡ് ലൈൻസ്, ലാസ്റ്റ് ഡേറ്റുകളും ക്ലാസ്സുകൾ തുടങ്ങുന്നതും മനസ്സിലാക്കുക. അതോടൊപ്പം മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നോക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ജൂൺ 24, അതായത് ഇന്ന് വീഡിയോ എടുക്കുന്ന ഈ ദിവസമാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ 27 ആണ്. അതിനുശേഷം ജൂൺ 30 മുതൽ ജൂലൈ 4 വരെ കോളേജുകളിൽ ചെന്ന് ഫിസിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള സമയമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 6 മുതൽ ക്ലാസ്സുകൾ തുടങ്ങുമെന്ന അറിയിപ്പും ഇപ്പോൾ വെബ്സൈറ്റുകളിൽ വന്നിട്ടുണ്ട്, ഗൂഗിളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി കാലിക്കറ്റിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ, കാലിക്കറ്റ് ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നതാണ്. അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കുറെ പേർക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയില്ല എങ്കിൽ പോലും 5ഉം 4ഉം മൂന്നാമത്തെ ഓപ്ഷനൊക്കെ കിട്ടി. 22-ാം തീയതി വന്നു. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 29-ാം തീയതിയാണ്. പക്ഷെ ജൂലൈ 1 തന്നെ ക്ലാസ്സുകൾ തുടങ്ങും. ഇപ്പൊ മാൻഡേറ്ററി ഫീസൊക്കെ അടയ്ക്കാനുള്ള സമയമാണ്. ഇപ്പോൾ ജൂലൈ 1 മുതൽ ക്ലാസ്സുകൾ തുടങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളയുടെ വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? സെക്കൻഡ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, അതായത് ജൂൺ 24, അതെ, ഉടൻ തന്നെ വരും. ഇനി അഡ്മിഷൻ സംബന്ധിച്ചുള്ള സമയം എന്ന് പറയുന്നത് ജൂൺ 26 മുതൽ 29 വരെയാണ്. അവർക്കും ഡിഗ്രി ക്ലാസ്സുകൾ ജൂലൈ 1 മുതൽ തുടങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ രീതിയിൽ വിവിധ യൂണിവേഴ്സിറ്റികളെ ഇത്തരത്തിൽ വിളിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പലർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. അങ്ങനെ ഇൻ കേസ് നിങ്ങൾ ഓൺലൈനായിട്ടോ ഡിസ്റ്റൻസ് ആയിട്ടോ ഡിഗ്രി നോക്കുന്നവരാണെങ്കിൽ ഇതിനിടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പോണ്ടിച്ചേരി, ഇഗ്നോ പോലുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ BA, BBA, BCom പോലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതും ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഇതിന്റെ കംപ്ലീറ്റ് വാലിഡ് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ NAC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, അതിനെല്ലാം വാലിഡേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് അംഗീകൃത UGC പ്രകാരം തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന നിങ്ങളുടെ കംപ്ലീറ്റ്, അതായത് അഡ്മിഷൻ, അതിനുവേണ്ടിയുള്ള സ്റ്റഡി ക്ലാസ്സുകൾ, റെക്കോർഡഡ് വീഡിയോസ്, പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, അതിനുശേഷം ഡിഗ്രി കംപ്ലീഷൻ തുടങ്ങി A to Z. ഇപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കീഴിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫുൾ സപ്പോർട്ട് നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആൽഫ ലേണിംഗ്സ്. അവരുടെ വാട്സാപ്പ് നമ്പറും അല്ലാത്ത കോൺടാക്ട് നമ്പറും ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഈ ഒരു അവസരത്തിൽ ഈ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് ഗ്യാപ്പ് വന്നവർക്ക് ചെയ്യാം, ഇനി കോളേജിൽ പോകാൻ പറ്റാത്തവർക്ക് ചെയ്യാം. ഡിഗ്രി കഴിഞ്ഞിട്ട് PG ചെയ്യണമെങ്കിൽ അത് കോളേജിൽ പോവാതെ തന്നെ ഇതുവഴി ചെയ്യാം. അതല്ലാതെ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡിഗ്രി എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാം. സോ നിങ്ങൾക്കല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇൻ കേസ് ഈ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തേക്കാം. ഇനി ഡിഗ്രി അലോട്ട്മെന്റ് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോളേജിൽ പോകുമ്പോൾ എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ക്ലബ് സർട്ടിഫിക്കറ്റ്, മീൻസ് NS പോലുള്ള സർട്ടിഫിക്കറ്റുകൾ, പിന്നെ റിസർവേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എല്ലാം കൃത്യമായിട്ട് കോളേജ് അഡ്മിഷൻ സമയത്ത് തന്നെ ഹാജരാക്കുന്നുണ്ടോ, മീൻസ് അത് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. പല സ്ഥലത്തും കോഷൻ ഡിപ്പോസിറ്റും PTA ഫണ്ടും ഉൾപ്പെടെ അത് കുറച്ച് ലഭിക്കാൻ ഇത്തരത്തിലുള്ള റിസർവേഷൻ സഹായിക്കും എന്നുള്ളതും ഒരു വാസ്തവമാണ്. അപ്പോൾ ഗൈസ്, അതിനുശേഷം ഇനി നിങ്ങൾ നോക്കേണ്ടത് മാക്സിമം സ്കോളർഷിപ്പിന് നിങ്ങളുടെ മാർക്ക് വെച്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് ഓൺ ദ വേ ആണ്. കാത്തിരിക്കുക. ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.